സെപ്റ്റംബർ 1 മുതൽ 8 വരെ പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ അതിന് മുന്നോടിയായി റാസയൊക്കെ വരുമല്ലോ. അപ്പം എല്ലാ കല്ലറകളിലും വൈറ്റ് വാഷൊക്കെ ചെയ്ത് വൃത്തിയാക്കണമെന്ന് ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ മമ്മിയുടെയും ഞങ്ങളുടെയൊക്കെ കുടുംബക്കല്ലറയാണ്. മമ്മി എന്ന് പറയുന്നത് റോബിച്ചായൻ്റെ അമ്മ, പിന്നെ വല്യപ്പച്ചനെ വല്യമ്മച്ചി എല്ലാവരുടെയും കുടുംബക്കല്ലറയാണ്. അതൊന്ന് വൈറ്റ് വാഷ് ചെയ്തെടുക്കുകയാണ്. നമ്മളെപ്പോഴും ഈ പള്ളിയിലെ അച്ഛന്മാരൊക്കെ പ്രസംഗം പറയുമ്പോൾ ഒരു കാര്യം പറയുന്നതാണ്, നമ്മൾ ലോകത്ത് എന്തെങ്കിലും നേടിയെന്ന് അഹങ്കാരം ഉണ്ടെങ്കിലോ മനസ്സിൽ എന്തെങ്കിലും പകകളൊക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ആ കല്ലറയിൽ പോയെന്ന് നിന്ന് നോക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ മനസ്സ് അവിടെ ഉരുകിപ്പോവെന്ന് പറഞ്ഞു. അത് നേരായ കാര്യം, സത്യമായ കാര്യമാണ്. എല്ലാവർക്കും അറിയുമോ എന്നറിയത്തില്ല, സത്യമായ കാര്യമാണ്. നമ്മൾ ലോകത്ത് എന്ത് തന്നെ നേടിയാലും, ഇനി ഒരു കെട്ട് പണം നേടിയാലും, ഒരു BMW കാർ നേടിയാലും, അത് നമ്മുടെ ഈ കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശിക്കാനോ കൊണ്ടുപോകാനോ പറ്റത്തില്ല. അവിടം കൊണ്ടെല്ലാം തീരുവാണ്. നമ്മുടെ ആയുസ് എന്നുവരെ ഉണ്ടെന്നോ, എങ്ങനെയാണ് നമ്മൾ മരിക്കുന്നതെന്നോ, അന്ത്യം എങ്ങനെയാണെന്നോ, ആരൊക്കെ നമ്മളെ കാണാൻ വരുമെന്നോ ഒന്നും നമുക്ക് നിശ്ചയമില്ല. നാട്ടുകാരും അനുഗമിക്കത്തില്ല, പണവും അനുഗമിക്കത്തില്ല, BMW കാറും അനുഗമിക്കത്തില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ചിലപ്പം വേറൊരാളോട് പുഞ്ചിരിക്കാൻ മടി, ഞാൻ ലോകത്തിൽ എന്തൊക്കെയോ നേടിയെന്നുള്ളൊരു ഭാവം, അതൊക്കെ വെറുതെയാണ്. 1 മിനിറ്റ് ആ കല്ലറയിൽ പോയി നിന്നാൽ മതി, വെറുതെയാണ്. നമ്മളെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അല്ലാതെ ഈ പണമോ പദവിയോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കല്ലറയിൽ ഹസ്ബൻഡ് പെയിൻ്റ് അടിക്കുന്നതെന്ന് കണ്ടു. ഞങ്ങളുടെ മമ്മിയുടെ കല്ലറയാണ് അടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റേഷൻ കടയിൽ വരെ ഒന്ന് പോവുകയാണ്. ഇതിലെയാണ് റേഷൻ കടയിൽ പോകുന്ന വഴി. അപ്പോൾ ഞാനും കുഞ്ഞും കൂടെ ഇവിടെ വൈകുന്നേരം ആയപ്പോൾ റേഷൻ കടയിൽ പോകാനും ഇറങ്ങി. ആ കൂട്ടത്തിൽ കല്ലറയൊന്ന് പെയിൻ്റ് അടിക്കുന്നതും കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.